നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. സിനിമാ ലോകത്തേക്ക് വന്ന ആദ്യകാലത്തെക്കുറിച്ചാണ് കേട്ടോ. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി സുന്ദരനായ ഒരു നായകനാകാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാകാൻ എനിക്ക് തടസ്സമില്ലല്ലോ. അങ്ങനെയാണ് മലയാള സിനിമയിലെ സൗന്ദര്യ സങ്കല്പങ്ങളെ തന്റെ ബുദ്ധി കൊണ്ടും നർമ്മം കൊണ്ടും നമ്മുടെ ശ്രീനിയേട്ടൻ പൊളിച്ചെഴുതിയത്. നായകനാകാൻ പറ്റില്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ അദ്ദേഹം നായകൻ മാത്രമാണോ ആയത്? എഴുത്തുകാരനായും സംവിധായകനായും നിർമ്മാതാവായും തൻ്റെതായ ഒരു സാമ്രാജ്യം, ഒരു ശ്രീനിവേഴ്സ് കെട്ടിപ്പടുക്കുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ. പൊള്ളയായ സൗന്ദര്യ ബോധ്യങ്ങളല്ല, മനോഹരമായ ചിന്തകളാണ് ഒരാളെ വിജയിയാക്കുന്നതെന്ന് തെളിയിച്ച നമ്മുടെ മുന്നിൽ ജീവിച്ചു കാണിച്ചയാളാണ് വിടവാങ്ങിയ പ്രിയപ്പെട്ട ശ്രീനിവാസൻ. തളർന്നു പോകാമായിരുന്ന പരിഹാസങ്ങളെയൊക്കെ അദ്ദേഹം തൻ്റെ എഴുത്തിലൂടെ മനോഹരങ്ങളായ തിരക്കഥകളാക്കി മാറ്റി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൽ നിന്ന് പ്രിയപ്പെട്ട ശ്രീനിവാസനിൽ നിന്ന് അദ്ദേഹം ജീവിച്ചു തീർത്ത ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ ഒരു പാഠമുണ്ട്. നമ്മുടെ കുറവുകളെ മറ്റുള്ളവർ ആയുധമാക്കുന്നതിന് മുൻപേ അവയെ നമ്മുടെ കരുത്താക്കി മാറ്റണം. ലോകം നമ്മളെ എവിടെ തളച്ചിടാൻ നോക്കുന്നുവോ അവിടെ നിന്ന് നമ്മുടെ ബുദ്ധി കൊണ്ടും അധ്വാനം കൊണ്ടും പുതിയ ഒരു വഴി വെട്ടി തുറക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്കൊക്കെ സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത എന്ത് കാര്യമുള്ളതല്ലേ?